വളരെ വ്യക്തമാണ്. മന്ത്രി സജി ചെറിയാൻ കുറഞ്ഞത് 3 വർഷം ജയിലിൽ കിടക്കും. അത്രയും ഗുരുതരമായ കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബൈജു പറഞ്ഞതുപോലെ കീഴ്ക്കോടതി വെറുതെ വിട്ടുവെങ്കിലും ഹൈക്കോടതി കൃത്യമായി പിടിച്ചു എന്ന് മാത്രമല്ല, കൃത്യമായ തെളിവുകൾ കൈവശമുണ്ടായിരുന്നിട്ടും കേരള പോലീസ് എന്തുകൊണ്ട് അത് ചാർജ് ചെയ്തില്ല, കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയില്ല എന്ന അതിനിശിതമായ വിമർശനവും കൊണ്ടുവന്നു. അതായത് അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുകയും രാഷ്ട്രീയ താല്പര്യം വെച്ച് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് ഉണ്ടാക്കുകയും മന്ത്രിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഇത്ര രൂക്ഷമായ രീതിയിൽ ഹൈക്കോടതി ഒരു ഭരണകൂടത്തെയും വിമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കൃത്യമായി ചോദിച്ചു. പാർട്ടി സമ്മേളനം നടക്കുന്ന ഹാളിനകത്തുള്ള പാർട്ടി സഖാക്കന്മാരായിട്ടുള്ള 39 പേരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് മന്ത്രി തെറ്റൊന്നും പറഞ്ഞില്ല എന്ന് സഖാക്കന്മാര് പറഞ്ഞല്ലോ എന്ന രീതിയിലാണ് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്, പോലീസ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഹാളിന് പുറത്തുള്ള ഒരാളിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. അന്ന് വാർത്താ പ്രക്ഷേപണം ചെയ്ത ചാനലുകളുടെ ഒരു ചാനൽ സംപ്രേഷണവും അതിന്റെ ക്ലിപ്പിങ്ങുകളോ എടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഫോറൻസിക് എവിഡൻസോട് കൂടിയ ഒരു പെൻഡ്രൈവോ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിങ്ങോ പോലും പരിശോധിച്ചിട്ടില്ല. എന്തൊക്കെയാണോ പോലീസ് ചെയ്യേണ്ടിയിരുന്നത്, ഏതൊക്കെ തെളിവുകളാണോ കോടതിയിൽ ഹാജരാക്കേണ്ടത്, അതൊന്നും ഹാജരാക്കാതെ ഹാളിനകത്ത് അച്ചടക്കത്തോടെ പരിപാടിയിൽ പങ്കെടുത്ത 39 സഖാക്കന്മാരുടെ മൊഴിയെടുത്തിട്ട് അവര് പറഞ്ഞു മന്ത്രിക്ക് ഒരു കുഴപ്പമില്ല, മന്ത്രി ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല. ഇത് നേരെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുകയും കേസ് റെഫർ ചെയ്ത് കളയാൻ തിടുക്കം കൂട്ടുകയും ചെയ്ത പോലീസ് സംവിധാനത്തെ നിശിതമായിട്ടാണ് ഹൈക്കോടതി കുറ്റപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ പരോക്ഷമായി കീഴ്ക്കോടതി ഇതിൽ കാണിച്ച അലംഭാവത്തെയും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഫലമായി ക്രെഡിബിലിറ്റിയുള്ള, ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പരം തുറന്നു പറയാൻ പറ്റില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് വൽക്കരിച്ച പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കോടതി ഭാഷ ഇന്റഗ്രിറ്റി എന്നൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യം അതാണ്. ആ രീതിയിൽ ഒരു ഭരണകൂടവും ഇന്ന് വരെ ഇന്ത്യയിൽ വഴി കേട്ടിട്ടുണ്ടാവില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ കോടതിയുടേതായ രീതിയിൽ പച്ച തെറി വിളിക്കുക ചെയ്തത് ഭരണകൂടത്തെ എന്നാണ് പറയേണ്ടത്. പക്ഷെ കോടതിക്ക് അത് പാടില്ലാത്തതുകൊണ്ട് കോടതിയുടെ ഭാഷയെ പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോടതി പറയാനുള്ളത് വ്യക്തമായി പറഞ്ഞുവെങ്കിൽ പോലും ഇന്നേ ദിവസം പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാർട്ടിയോ സർക്കാരോ രാജിവെക്കാൻ മന്ത്രിയോട് ആവശ്യപ്പെടില്ല, അതിന്റെ ആവശ്യമില്ല. മന്ത്രി പറഞ്ഞത് നിയമപരമായ കാര്യങ്ങൾ നേരിടുക തന്നെ ചെയ്യും എന്നാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഇതേ മന്ത്രി കീഴ്ക്കോടതിയിലെ പരാമർശമുണ്ടായപ്പോൾ രാജിവെക്കുകയും പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എനിക്കെതിരെ അന്വേഷണം നടത്തുന്നത് ശരിയായിരിക്കില്ലല്ലോ, അതുകൊണ്ട് ആ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു. ഇത്തവണ ധാർമ്മികതയില്ല, ഇത്തവണ ധാർമ്മികത ഏറ്റെടുക്കുന്നില്ല. കാരണം അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്തവണ മന്ത്രി ഈ തീരുമാനമെടുക്കുന്നത്? ഇതിനെക്കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്, പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് പാർട്ടിയുടെ നയപരിപാടികൾ നടപ്പാക്കേണ്ടത്, അതിനുവേണ്ടി അവരെ ചർച്ച ചെയ്ത് ഒരു രേഖയുണ്ടാകും. ആ രേഖയുടെ പേരാണ് പാർട്ടി പരിപാടി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്ത്യയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് പാർട്ടി പരിപാടി എന്ന് പറയുന്ന അവരുടെ രേഖയിൽ പേജ് നമ്പർ 39 വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭരണഘടനയും ജനാധിപത്യവും എന്ന ഹെഡിങ്ങിൽ ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവിധാനത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ
പാർട്ടി പരിപാടി ഞാനൊന്ന് ചുരുക്കി വായിക്കാം, അപ്പോൾ ഇത് വ്യക്തമാവും. മുതലാളിത്ത വികസന പാത പിന്തുടരുന്നതിനായി വിദേശ മൂലധനവുമായി കൂടുതൽ സഹകരിക്കുന്നതും വൻകിട ബൂർഷ്വാസിയാൽ നയിക്കപ്പെടുന്നതുമായ ബൂർഷ്വാ ഭൂപ്രഭു വർഗഭരണത്തിന്റെ ഉപകരണമാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടന. പേജ് നമ്പർ 39, പാർട്ടി പരിപാടി വളരെ വ്യക്തമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ കേവലം ഒരു ബൂർഷ്വാ ഭൂപ്രഭു വർഗഭരണത്തിന്റെ ഉപകരണം എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് അടിസ്ഥാനമാക്കിയാണ്. എന്തൊക്കെയാ സജി ചെറിയാൻ പ്രസംഗത്തിൽ പറഞ്ഞത്? ഈ ഭരണഘടന എന്ന് പറയുന്നത് ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണ്. ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്തത് ഇന്ത്യക്കാരൻ അവന്റെ കൈപ്പടയിൽ എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എഴുതി വെച്ചത് പിന്നീട് തിരുത്തുമ്പോൾ ജനാധിപത്യം, മതേതരത്വം, പിന്നെ കുറെ കുന്തവും കുടച്ചക്രവും എല്ലാം കൂടെ കയറ്റി എഴുതി ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ഈ ഭരണഘടന കൊണ്ട് ചെയ്യുന്നത്. ഇതാണ് സജി ചെറിയാന്റെ പ്രസംഗം. നമ്മളെല്ലാം കേട്ടതാണ്, എല്ലാ മലയാളിക്കും അറിയാവുന്നതാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 2003 ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ അവഹേളിക്കുക എന്ന് പറയുന്നത് തിരുത്തിയിട്ടുണ്ട്. അതായത് പണ്ട് ഭരണഘടനയെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടന കത്തിക്കുക, ഭരണഘടന ചവിട്ടുക, ഭരണഘടനയിൽ ചെളി പുരട്ടുക, വലിച്ചു കീറുക, ഇതൊക്കെയായിരുന്നു ഭരണഘടനയെ അവഹേളിക്കുക എന്നാണ്. പക്ഷേ ഭരണഘടനയെ അല്ലാതെയും അവഹേളിക്കാം എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഭരണഘടനയെ തിരുത്തിയിട്ട് പറഞ്ഞു ഭരണഘടനയ്ക്കെതിരായി സംസാരിക്കുക, ഭരണഘടനയെ ആക്ഷേപിക്കുക, ഭരണഘടനയെ കുറ്റപ്പെടുത്തുക, അതിന് മാന്യത നഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുക, അതെല്ലാം ഭരണഘടനയോടുള്ള കുറ്റകൃത്യമായി വരും. അതിന് 3 വർഷത്തെ കഠിന തടവ് ശിക്ഷയായിട്ട് വിധിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിരിക്കുന്ന കാര്യം ഇന്ത്യൻ ഭരണഘടനയെ അങ്ങേയറ്റം നിരാകരിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും അതുപോലെ തന്നെ കളിയാക്കിക്കൊണ്ടും ഉള്ള വാക്കുകളാണ്. അതുകൊണ്ടാണല്ലോ കുന്തം കുടച്ചക്രം എന്നൊക്കെ ഭരണഘടനയെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഭരണഘടന കൊള്ളയടിക്കുകയാണെന്ന് പറയാൻ കാരണം ഇത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ എതിർക്കപ്പെടേണ്ട ധാരാളം കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ദേശീയ പതാക ഉയർത്തിയപ്പോൾ കരിങ്കൊടി ഉയർത്തി. മാത്രമല്ല ഇപ്പോഴും തുടരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. താഴെ ബ്രാഞ്ച് ഏരിയ മുതൽ ഇങ്ങനെ ലോക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊ ജില്ലാ തലത്തിലേക്ക് വരാൻ പോവാം. നമ്മളൊന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സഹാക്കന്മാരൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എവിടെയെങ്കിലും ദേശീയ ഗാനം പാടുന്നുണ്ടോ? BJP അടക്കമുള്ള ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട പാർട്ടികളും അവരുടെ സുപ്രധാനമായ പരിപാടികൾ നടക്കുമ്പോൾ അവിടെയെല്ലാം ദേശീയ ഗാനത്തോടുകൂടി ആരംഭിക്കുകയോ അവസാനിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ദേശീയ ഗാനം പാടില്ല. കാരണം അവർ ദേശീയതയ്ക്കെതിരാണ്. അവർ പറയുന്നു ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് ആന്തം, അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് ഗീതമാണ് ആലപിക്കേണ്ടത്. ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളുകയല്ലാത്ത ഒരു സാധനം എഴുതി വെച്ച് ആലപിക്കാറുമുണ്ട്. സഖാക്കന്മാരൊക്കെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് ചുമ്മാ നിന്നേച്ച് പോരും. ആരാണ്ടൊരു പാട്ട് പാടിയെന്ന് മാത്രം മനസ്സിലാവും. സംഗതി ഇതാണ്, ദേശീയതയെ അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് ഗീതം പാടുകയാണ്. അപ്പോൾ അതാണ് അവരുടെ നയം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ മന്ത്രി അല്ലെങ്കിൽ സഖാവ് എന്ന നിലയിൽ സജി ചെറിയാൻ പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തത്. അയാൾക്ക് ഒരു കുറ്റബോധവും വേണ്ട. അയാൾ ചെയ്തത് ശരിയാണ് എന്നുള്ള മട്ടിൽ പാർട്ടി അയാൾക്ക് പിന്തുണ കൊടുക്കുന്നു, രാജിവെക്കണ്ട എന്ന് പറയുന്നു, നിയമപരമായ നടപടിക്ക് പോകാമെന്ന് പറയുന്നു. കാരണം ഖജനാവിലെ കോടികൾ അതിനുവേണ്ടി കൊള്ളയടിക്കാമല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നീക്കം അതായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസം കേരളത്തിൽ കാണാൻ പോകുന്നത്. ഏതായാലും ഇത് വലിയ ബഹുജന പ്രക്ഷോഭത്തെ വിളിച്ചു വരുത്തുന്ന പരിപാടിയാണ്. അപ്പൊ ഒരു വശത്ത് ബഹുജന പ്രക്ഷോഭം മന്ത്രിക്കും മന്ത്രിസഭയ്ക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമെതിരെ ആഞ്ഞടിക്കുമ്പോൾ മറുവശത്ത് ഖജനാവിലെ കോടികൾ വീണ്ടും കൊള്ളയടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തി എന്നുള്ളതിന്റെ പേരിൽ വക്കീലിന് കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ CPM കൊള്ളയടിക്കാൻ പോകുന്നതുമായ ഒരു ഖജനാവ് കൊള്ളം കൂടി തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. പിന്നെ കോടതിക്കെതിരെ ബൂർഷ്വാ കോടതിയാണ്, മുതലാളിത്ത കോടതിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരന്റെ വാചാടോപം നമ്മൾ കേൾക്കാൻ പോവാണ്. ഇനിയിപ്പോൾ സെമിനാറുകൾ, പത്രസമ്മേളനങ്ങൾ, പ്രകടനങ്ങൾ, ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ലേഖന പരമ്പരകൾ, ഇതൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്,
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ആ നാടിന്റെ ഭരണഘടനയെയും സംസ്കാരത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് എപ്രകാരമാണോ കിരാതമായ ഭരണം അവർ നടത്തിയത്, അതേ കിരാതമായ ഭരണം കേരളത്തിലെ പോലീസ് സംവിധാനത്തെയും പാർട്ടി കേഡറിനെയും ഉപയോഗിച്ചുകൊണ്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന എച്ചിൽ പട്ടികളായി നിൽക്കുന്ന ഇവിടുത്തെ കോൺഗ്രസിന്റെ UDF പ്രതിപക്ഷത്തെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട എച്ചിലൊക്കെ എറിഞ്ഞു കൊടുത്തിട്ട് നിർബാധം ഈ സജി ചെറിയാനെ തോളിൽ വെച്ച് പിണറായി മന്ത്രിസഭ മുന്നോട്ട് പോകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, LDF-ഉം UDF-ഉം ഒന്നായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എങ്കിൽ പോലും BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ പരസ്യമായ പ്രക്ഷോഭത്തിലൂടെ രംഗത്ത് വരികയാണ്. കഴിഞ്ഞ തവണ പരസ്യമായ പ്രക്ഷോഭം നടത്തിയതും സജി ചെറിയാനെ രാജിവെപ്പിച്ചതും BJP-യാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള ഒരു സമരം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത.